വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കുറേ ലോങ് പോകാനുണ്ടാവും, നൈറ്റ് സമയത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് മീൻസ് ആണുങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഒരു നൈറ്റ് ആവുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാവും. അപ്പം നിങ്ങൾ രണ്ടുപേരും പോകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എവിടെ ചെന്നാലും. ഇപ്പം രാത്രിയാണെന്നോ പകലെന്നോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉറങ്ങി പോയി പരിചയമുണ്ട്. ഒത്തിരി വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ചെന്നാലും ഒരു അപരിചിതത്വം ഇല്ല നമുക്ക്. അങ്ങനെ പേടിയില്ല. രാത്രിയെന്നോ അങ്ങനൊന്നും ഒരു അല്ല. ഞാനും ചേട്ടായും മക്കള് രണ്ടുപേരും കൂടെ ലഡാക്ക് ട്രിപ്പ് പോയിരുന്നു ഇവിടുന്ന് കാരണം. അപ്പൊ എല്ലാരും ചോദിച്ചു അതിലേക്ക് പോകാൻ ഈ 3 പെണ്ണുങ്ങളെയും കൊണ്ട് പോകാൻ രാത്രിയും പോലും ഓടിച്ചാൽ പോയി. ഞങ്ങൾ ഓടിക്കും. വെളുപ്പിനെയൊക്കെ ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഏതായാലും പമ്പ് കയറ്റി നിർത്തിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എടുത്തു പോകും. അങ്ങനെ തന്നെയൊക്കെയാണ് പോയത്. ഇടയ്ക്ക് സ്റ്റേ ചെയ്ത വളരെ ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ. പിള്ളേർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. രാത്രിക്ക് ഒറ്റയ്ക്ക് പോകുന്നില്ലേ. അവർ രണ്ടുമൊക്കെ കാറും കൊണ്ട് രാത്രിയിലൊക്കെ കാറും കൊണ്ട് എവിടെ വേണമെങ്കിലും രാത്രി 1 മണിയോ 2 മണിയായാലും അവർക്ക് പ്രശ്നമില്ല, പേടിയൊന്നും. അപ്പോൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓർത്തിരിക്കുന്ന ഏതെങ്കിലും യാത്രയുണ്ടോ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും യാത്ര? അല്ല, എല്ലാ യാത്രയും മറക്കാൻ പറ്റാത്ത യാത്ര. അതെ, എല്ലാം നല്ല യാത്ര തന്നെയാണ്. അതിനകത്ത് പിന്നെ കൂടുതലും ഇച്ചിരി നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പം ജലതയ്ക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പം കാശ്മീരിൽ ലഡാക്കുമായിരിക്കും. അതെ, അതിനെ വെച്ച് കാശ്മീർ പോകണമെന്നുള്ള ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോ 2-3 പ്രാവശ്യം കാശ്മീർ പോയി. കാശ്മീർ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് തന്നെ അവിടേക്ക് പോയത്. അതെ, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയത്. പിന്നെ കാശ്മീർ പോകണമെന്ന് പറഞ്ഞപ്പോഴും ആപ്പിൾ സീസണിൽ പോകണം, ആ മഞ്ഞ് ഉള്ളപ്പോൾ പോകണം. അങ്ങനെ 2 പ്രാവശ്യം പോയി. അതെല്ലാം പല വ്യത്യസ്തമായ കാലാവസ്ഥയിലാണ്. ഒരു പ്രാവശ്യം ആപ്പിൾ സീസണിൽ പോയി. ചെല്ലുന്ന ആ ഒരു നേച്ചറെ ആയിരിക്കില്ല നമ്മള് പിന്നെ വ്യത്യാസം. ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഇങ്ങനെ കിളിയായിട്ട് പോകാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. അതിൽ നിന്നും ചേട്ടൻ ഇപ്പൊ 27 വണ്ടിയുള്ള ഒരാളാ, മീൻസ് ഒരു ഓണറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? കുറെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാന്ന് അറിയാം. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ചേട്ടന്? അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരു വണ്ടി എടുത്തു. വണ്ടി എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അതൊരു കുറച്ച് നാൾ ഓടി കുഴപ്പമില്ലാതെ പോകുമ്പോൾ എല്ലാം ലോണാണല്ലോ, ഫിനാൻസ് ചെയ്ത് എടുക്കുന്നതല്ല, പൈസ മുടക്കൊന്നും എടുക്കുന്നില്ല, എല്ലാം ഫിനാൻസാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു 5-6 മാസം ഓടിക്കാൻ പിന്നെ ഒരു വണ്ടി എടുത്തു. അങ്ങനെ എടുത്താണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അല്ലാതെ ഒരുമിച്ച് പോയി അങ്ങനെ അല്ല. അതെ, പിന്നെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താ നല്ലപോലെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഡാഷും. പിന്നെ അതിലുപരി ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ സ്ഥലങ്ങളും ബാക്കി കാര്യങ്ങളും ഇവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് അതിനകത്ത് മെയിൻ ഒരു കാര്യം. ഞാൻ പോകാൻ തുടങ്ങിയ പിന്നെ ഇവര് ശരിക്കും സ്ഥലങ്ങൾ കാണാൻ അത് കറക്റ്റാ. എന്നാന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ പോയതൊക്കെ ഒരുപാട് കൃഷികളുണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള. നമ്മളത് ശ്രദ്ധിക്കാറില്ല, വണ്ടി ഓടിച്ചു പോവുള്ളൂ. അപ്പോൾ അതിപ്പോഴാണെങ്കിലും ഞങ്ങൾ തന്നെ പോയാൽ ചിലപ്പം പല കാര്യങ്ങളും മിസ്സായി പോകും. ഇപ്പോൾ ഒരു തിരുപ്പതി പോയിട്ട് വന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഈ കാണുന്നവർക്കും അറിയാം. പക്ഷേ ജലത കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ അതുപോലെ ശ്രദ്ധിക്കും. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വേറെ കൃഷിയാണെങ്കിലും വേറെ എന്ത് കാര്യം. അമ്മ ഓടിക്കുമ്പോൾ അമ്മയുടെ കണ്ണ് ആ മലയിലും ഈ മലയിലും ഒക്കെ